നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ഈ അടുത്ത ദിവസം നമുക്കൊരു വലിയ പബ്ലിസിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു കേസ് വന്നൊരു കാര്യത്തെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ ഒരു മാങ്ങാണ്ടി കിളിർത്തു എന്ന് ഇപ്പോഴും പറയാം. കാര്യം ചില കാര്യങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു യുവ MLA ബന്ധപ്പെട്ട് ഉയർന്ന ഒരു ഗർഭവുമായി ബന്ധപ്പെട്ട ആരോപണം, അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ പറയാമെന്ന് ആഗ്രഹിക്കുന്നത്. സുരേഷ് മഹാദേവൻ സുഖമാണോ? സുഖമാണ്. നിഷാദ് സുഹൃത്താണ്. ഹായ് നിഷാദ്. കാർത്തിക് ദേവരാജൻ, മുരളി, രതീഷ്. അപ്പോ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കേസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. തെറ്റിദ്ധാരണയുടെ കാര്യം ഒന്നുമില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യം നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണല്ലോ, അല്ലെ? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മൂക്കിന്റെ ടിപ്പ് വരെയാണ്. അതിൽ തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ. അതായത് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ലേ? അതിന് ഇന്നത്തെ ഒരു പുതിയ കാലഘട്ടത്തിലെ ആശയവിനിമയമാണ് ഈ ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞു